കാണാം. നമസ്കാരം. ജോവാക്കർ ബ്രഹ്മയുഗം ഫെബ്രുവരി 15 അതായത് നാളെ റിലീസാവുകയാണ്. രാഹുൽ സദാശിവൻ, ക്രിസ്റ്റോ സേവ്യർ. രാഹുൽ സദാശിവൻ ഡയറക്ഷനാണ്. മുന്നേ പടം നമുക്കറിയാം, ഭൂതകാലം, കിടുക്കം പടമായിരുന്നു. അതുപോലെ ക്രിസ്റ്റോ സേവ്യറിന്റെ മ്യൂസിക്, സുശീൽ ശ്യാമിന്റെ ശിഷ്യൻ. ഇങ്ങനെയാണ് മമ്മൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ. എഴുതി വെച്ചോ, സിദ്ധാർത്ഥ് ഭരതൻ കിടുക്കം ആയിരിക്കും അതിൽ. സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു സിഗ്നേച്ചർ തന്നെ ഇതിലുണ്ടായിരിക്കും. അതുപോലെ ഇനിയൊന്നും പറയാനുള്ള ഒരാള് മമ്മൂട്ടി ഞെട്ടിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് തുടങ്ങി അത് ഓർമ്മിപ്പിക്കുന്ന, അതും ഒരു ഹൊറർ ത്രില്ലർ നമുക്ക് തന്നുകൊണ്ട് ജനങ്ങളെ എല്ലാം വിസ്മയിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത്, അതല്ലെങ്കിൽ സിനിമ കാണാൻ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ഉത്തരം റോഷാക്ക്. റോഷാക്ക് എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ കൺവിൻസ് ചെയ്തു മമ്മൂക്കനെ എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി? ഓരോ സിനിമകളും അദ്ദേഹത്തിന്റെ കഴിവിന്റെ തേച്ചുമിനുക്കലാണ്. അതുപോലെ തന്നെയായിരിക്കും പ്രമേയവും. 100% ഉറപ്പാണ്. അദ്ദേഹം ജനിച്ച നാട്ടില് അദ്ദേഹത്തിന്റെ കഴിവുകളെ നമ്മുടെ സ്വന്തം, നമ്മുടെ അഹങ്കാരമായ മമ്മൂക്കയുടെ സിനിമ ബ്രഹ്മയുഗത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് എതിരേൽക്കണം, വിജയിപ്പിക്കണം. എന്തു തന്നെ ആയിക്കോട്ടെ, പടം ചൂസ് ചെയ്യുന്ന കാര്യത്തിലും അതിൽ ക്യാരക്ടറിനായാലും അതിൽ എന്താണ് ജനങ്ങളെ, എന്ത് പ്രത്യേകതയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും 100% വിശ്വസനീയമാണ്. കാരണം മമ്മൂക്ക തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റാണ്, അദ്ദേഹം ചൂസ് ചെയ്യുന്ന സിനിമയാണ്. അത് മാത്രമല്ല, മമ്മൂക്കയെ പ്രസ് മീറ്റിൽ കണ്ടപ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. മമ്മൂക്ക ഈ സിനിമ കണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ല, എന്നോട് ഉത്തരം റോഷാക്ക് എങ്ങനെ കൺവിൻസ് ആയി. അതിനൊരു ഉദാഹരണമാണ് ഈ സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് ഈ സിനിമ കാണാൻ, ഫസ്റ്റ് ഷോ കാണാൻ, അത് കണ്ടതിന്റെ റിവ്യൂ പറയാൻ നാളെ ഞാൻ തിയേറ്ററിലുണ്ടായിരിക്കും. നിങ്ങളുണ്ടായിരിക്കണം. കിടുക്കം പടം ഒരുക്കുള്ളൂ. അല്ല, ഒരു സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു സിഗ്നേച്ചർ ആയിരിക്കും ഫിലിം. പിന്നെ കാണാം.